ഞാൻ സോയ് പി ജേക്കബ്, ന്യൂസ് ഡെസ്ക്, ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ, പാല. ഇന്ന് 2024 ഓഗസ്റ്റ് 19 തിങ്കളാഴ്ച. ഇന്നത്തെ പ്രധാന പത്രങ്ങളെല്ലാം പരിശോധിച്ച് അവയിലെ വിദ്യാഭ്യാസ വാർത്തകൾ സ്വാംശീകരിച്ച് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്, വേഗത്തിലും ചുരുക്കത്തിലും. ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ: കേരള മെഡിക്കൽ പ്രവേശന സാധ്യത റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് സീറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു. കർണാടക MBBS 10% ഫീസ് വർധനവ്. കൊല്ലം മെഡിക്കൽ കോളേജ് ESI സീറ്റ് ചൊവ്വാഴ്ച വരെ ചോയ്സ് നൽകാം. ഇന്നത്തെ പത്രങ്ങളെല്ലാം പരിശോധിച്ചപ്പോൾ പ്രധാന വിദ്യാഭ്യാസ വാർത്തകളായിട്ട് മെഡിക്കൽ കൗൺസിലിങ്ങിനെ പറ്റിയാണ് എല്ലാ പത്രങ്ങളും പറയുന്നത്. മലയാള മനോരമയുടെ വിദ്യാഭ്യാസം പേജ് പരിശോധിക്കുമ്പോൾ ഓൾ ഇന്ത്യ മെഡിക്കൽ കൗൺസിലിംഗ് സീറ്റ് വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചു എന്ന വലിയ ഹെഡിങ്ങോടുകൂടിയാണ് ഇന്ന് വിദ്യാഭ്യാസ വാർത്ത പറയുന്നത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള മെഡിക്കൽ കൗൺസിലിംഗ് കമ്മിറ്റി ദേശീയ തലത്തിൽ MBBS, BDS, BSc നഴ്സിംഗ് പ്രോഗ്രാമുകളിലെ ഈ വർഷത്തെ ഒന്നാം റൗണ്ട് കൗൺസിലിങ്ങിനുള്ള സീറ്റ് മെട്രിക്സ് പ്രസിദ്ധപ്പെടുത്തി. പല വിഭാഗങ്ങളിലായി പലതരത്തിലുള്ള സംവരണ സീറ്റുകളടക്കം ഓരോ സ്ഥാപനത്തിലും ലഭ്യമായ സീറ്റുകളുടെ പൂർണ്ണ വിവരങ്ങൾ mcc.nic.in എന്ന വെബ്സൈറ്റിലുണ്ട്. ഇന്ന് പത്രം പറയുന്ന ഒരു ചാർട്ട് രൂപത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. ദേശീയ തലത്തിൽ മെഡിക്കൽ UG പ്രോഗ്രാമുകളിലെ ഈ വർഷത്തെ MCC കൗൺസിലിങ്ങിനുള്ള സീറ്റുകൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് ഓൾ ഇന്ത്യ കോട്ടയിൽ 373 സ്ഥാപനങ്ങളിലായി ആകെ സീറ്റ് 7918. അത് ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ EWS കാറ്റഗറി, OBC, SC, ST അങ്ങനെ വിവിധ കാറ്റഗറികളിലായി വരുന്ന സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. കേന്ദ്ര സർവകലാശാലയിൽ 7 സ്ഥാപനങ്ങളിലായി 1015 സീറ്റുകളും 20 എയിംസുകളിലായി 2207 സീറ്റുകളും 2 ജിപ്മറുകളിലായി 243 സീറ്റും 55 കൽപ്പിത സർവകലാശാലകൾ അതായത് ഡീംഡ് യൂണിവേഴ്സിറ്റികളിലായി ഏതാണ്ട് 10856 MBBS സീറ്റാണുള്ളത്. കൂടാതെ ESI കോട്ടയിൽ 11 സ്ഥാപനങ്ങളിലായി 467 സീറ്റുകളുണ്ട്. ഇതിനെപ്പറ്റി എല്ലാ വിവരങ്ങളും കൊടുത്തിരിക്കുന്നു. ഇത് കൂടാതെ BDSൻ്റെ വിവിധ സീറ്റ് എണ്ണം, BSc നേഴ്സിംഗിൻ്റെ 8 കോളേജുകളിലായി BSc നേഴ്സിംഗിന് 547 സീറ്റുകൾ, അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇത് പരിശോധിക്കുകയും അതിൻ്റെ സീറ്റിൻ്റെ ലഭ്യതയെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറെ പ്രയോജനകരമാണ്. കൂടാതെ ഇന്നത്തെ മാതൃഭൂമി പത്രം പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ വിദ്യാഭ്യാസം പേജിൽ പറയുന്നു, കേരള മെഡിക്കൽ റാങ്ക് പട്ടിക പ്രവേശന സാധ്യതകൾ. കേരളത്തിലെ മെഡിക്കൽ അലൈഡ് കോഴ്സുകളിലേക്കുള്ള ഈ വർഷത്തെ പ്രവേശന സാധ്യതകൾ പ്രവേശന കമ്മീഷണർ തയ്യാറാക്കിയ മെഡിക്കൽ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചു. 39,309 പേരാണ് മൊത്തം പട്ടികയിലുള്ളത്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകൾക്കായി ഒറ്റ റാങ്ക് പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കേരള മെഡിക്കൽ റാങ്ക് പട്ടികയിൽ NEET UG 2024 10,000-നുള്ളിൽ അഖിലേന്ത്യാ റാങ്ക് നേടിയവർ 995 പേരാണ്. എന്നാൽ 2023 10,000-നുള്ളിൽ അഖിലേന്ത്യാ റാങ്ക് നേടിയവർ 863 പേർ ആയിരുന്നു. കൂടാതെ ഈ ഓരോ കാറ്റഗറിയിലെയും കട്ട് ഓഫ് മാർക്കിനെ പറ്റി പറഞ്ഞിരിക്കുന്നു. ജനറൽ കാറ്റഗറിയിൽ 162 മാർക്കും, EWS 144 മാർക്ക്, SC ST വിഭാഗത്തിൽ അല്ലെ ഭിന്നശേഷിക്കാർക്ക് 127 മാർക്കും കട്ട് ഓഫ് മാർക്കായിട്ട് പരിഗണിച്ചിരിക്കുന്നു. കൂടാതെ പറയുന്നു, BAMS പ്രവേശനത്തിലുള്ള ആയുർവേദ റാങ്ക് പട്ടികയും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, 2023 MBBSന് 3 റൗണ്ട് അലോട്ട്മെൻറ്റ് കഴിഞ്ഞപ്പോൾ 864 വരെ കേരള മെഡിക്കൽ റാങ്ക് ഉള്ളവർക്ക് സർക്കാർ മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി. 9,760 വരെ റാങ്ക് ഉള്ളവർക്ക് കേരള മെഡിക്കൽ റാങ്ക് പരിഗണിച്ചാൽ സ്വകാര്യ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ സ്റ്റേറ്റ് മെറിറ്റിൽ MBBSന് അഡ്മിഷൻ ലഭിച്ചു. അതിനെപ്പറ്റി വ്യക്തമാകുന്ന ചാർട്ടാണ് ഇന്ന് മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് MBBS BDS അലോട്ട്മെൻറ്റ് സംസ്ഥാനത്തിലെ അവസാന കേരള മെഡിക്കൽ റാങ്ക് 3 അലോട്ട്മെൻറ്റുകളിൽ നടന്ന അവസാന റാങ്കിൻ്റെ ഫലമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. MBBSന് വിവിധ കാറ്റഗറിയിൽ, അതായത് സ്റ്റേറ്റ് മെറിറ്റിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക്
ഈഴവ, മുസ്ലിം, പിന്നോക്ക ഹിന്ദു, ലാറ്റിൻ കാത്തലിക്ക്, ധീവര, വിശ്വകർമ്മ, പിന്നോക്ക ക്രിസ്ത്യൻ, കുടുംബി, കുശവൻ, പട്ടികജാതി, പട്ടികവർഗം, അങ്ങനെ വിവിധ കാറ്റഗറികളിൽ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ നടത്തി കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്ന ഗവൺമെൻറ് സീറ്റിലും സ്വാശ്രയത്തിലും കിട്ടിയിരിക്കുന്ന അവസാന റാങ്കുകളെ പറ്റിയുള്ള ഒരു പട്ടിക. ഇത് വളരെ പ്രയോജനകരമാണ്, പരിശോധിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കൂടാതെ തന്നെ അലൈഡ് കോഴ്സുകളെ പറ്റി, അതായത് BAMS, BHMS പോലെയുള്ള ഗവൺമെൻറ്റിലും സ്വാശ്രയത്തിലും കിട്ടുന്ന റാങ്കുകൾ, കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെൻറ്റ് ലഭിച്ച റാങ്കുകളെ പറ്റിയും വിശദീകരിച്ചിരിക്കുന്നു. ഇനി 2023 മൂന്നാം റൗണ്ടിന് ശേഷം നടന്ന സ്ട്രേ വേക്കൻസിയിൽ, അതായത് ഈ 2 പട്ടികകളിൽ നൽകിയിട്ടുള്ള റാങ്കിലും താഴ്ന്ന റാങ്കുള്ളവർക്ക് പലർക്കും കിട്ടിയിട്ടുണ്ട്. അതിനെപ്പറ്റി അതിൻ്റെ വിശദാംശങ്ങൾ അറിയണമെങ്കിൽ കീം 2023 കാൻഡിഡേറ്റ് പോർട്ടലിൽ പരിശോധിച്ചെങ്കിൽ മാത്രമേ അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ അറിയൂ. അപ്പം ഈ പ്രവേശന സാധ്യത റാങ്ക് പട്ടിക പരിശോധിക്കുകയും അതിനെപ്പറ്റി മനസ്സിലാക്കുകയും ചെയ്യുന്നത് ഏറെ പ്രയോജനകരമാണ്. മറ്റൊരു വാർത്ത പറയുന്നു, കർണാടകത്തിൽ MBBS ഫീസ് 10% വർദ്ധിപ്പിക്കുന്നു. വർധന സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ, കർണാടകത്തിലെ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ MBBS ഫീസ് 10% വർദ്ധിപ്പിക്കാൻ തീരുമാനം. 15 മുതൽ 20% വരെ വർധനയാണ് മാനേജ്മെൻറ്റുകൾ ആവശ്യപ്പെട്ടതെങ്കിലും 10% വർധനയ്ക്ക് സർക്കാർ സമ്മതം നൽകുകയാണ്. ഇതനുസരിച്ച് 11,88,167 രൂപയാണ് പ്രതിവർഷ ഫീസ്. സർക്കാർ കോട്ടയിൽ ഉൾപ്പെടുത്തിയ സീറ്റുകളിൽ 1,40,40,621 രൂപയാകും. അതായത് കർണാടക എലിജിബിലിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് 1,40,40,621 രൂപയും, കർണാടകത്തിന് പുറത്തുനിന്ന് വന്ന് കർണാടകത്തിൽ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 11,88,167 രൂപയാണ് പ്രതിവർഷ ഫീസ് ആയിട്ട് പരിഗണിക്കുന്നത്. അതേസമയം സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ പ്രതിവർഷ ഫീസ് 50,000 രൂപയായി തുടരും. മറ്റൊരു വാർത്ത പറയുന്നു, കൊല്ലം മെഡിക്കൽ കോളേജിലും ESIC IP കോട്ട സീറ്റ് ചൊവ്വാഴ്ച വരെ ചോയ്സ് നൽകാം. MBBS BDS എന്നീ കോഴ്സുകളിലേക്കുള്ള 2024 ആദ്യ റൗണ്ട് അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുന്ന ESIC IP കോട്ട മെട്രിക്സ് MCC പുതുക്കിയ മെട്രിക്സ് പ്രകാരം MBBSന് 11 കോളേജുകളിലായി IP കോട്ടയിൽ 467 സീറ്റുണ്ട്. കൊല്ലം പാരിപ്പള്ളി സർക്കാർ മെഡിക്കൽ കോളേജിലെ 39 സീറ്റും ഇതിൽ ഉൾപ്പെടുന്നു. ഓഗസ്റ്റ് 20 രാത്രി 11:55 വരെ ചോയ്സ് നൽകാം. വിവരങ്ങൾക്ക് mcc.nic.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കാം. ഇതോടെ ഇന്നത്തെ വിദ്യാഭ്യാസ വാർത്തകൾ പൂർണ്ണമാവുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.